ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന ഭാഗവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ് ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പഠിക്കാം. It is the motion of a body in space under the effect of gravity alone without being propelled by any fuel or engine. അതായത് ഒരു വസ്തു സ്പേസിലൂടെ മൂവ് ചെയ്യുന്നു എന്നിൻ്റെ എഫക്റ്റിൽ മാത്രം, ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ മാത്രം. ഓക്കെ, അതിനെ നിങ്ങൾ ഒരു എഞ്ചിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്യൂൽ ഉപയോഗിച്ചോ കണ്ടിന്യൂസ് ആയിട്ട് എനർജി കൊടുക്കുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി കൊടുക്കാതെ ഒരു വസ്തു സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ, ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യപ്പെടുന്ന ബുള്ളറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കല്ല് നിങ്ങൾ എറിയുന്നത്, അല്ലെങ്കിൽ ജാവലിൻ ത്രോ, ഇതെല്ലാം എന്താണ് പ്രൊജക്റ്റൈൽ മോഷന് എക്സാമ്പിളാണ്. കാരണം ഇവിടെയൊക്കെ നിങ്ങൾ ഇനീഷ്യൽ എനർജി കൊടുക്കുന്നുണ്ട്. ആ എനർജിയിൽ ആ ബോഡി എന്ത് ചെയ്യുന്നു? സ്പേസിലൂടെ മൂവ് ചെയ്യുന്നു. എന്തിൻ്റെ എഫക്റ്റിൽ മാത്രം? ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ മാത്രം. അതേസമയം എയ്റോപ്ലെയിൻ്റെ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ ആണോ? അല്ല. കാരണം എന്താണ്? അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലേ? അവിടെ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എയ്റോപ്ലെയിൻ്റെ മോഷൻ എന്തല്ല, പ്രൊജക്റ്റൈൽ മോഷൻ എക്സാമ്പിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അതായത് പ്രൊജക്റ്റൈൽ മോഷനിൽ പങ്കെടുക്കുന്ന വസ്തുവാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ബോഡി ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. ഒരു കല്ലെറിയാണെങ്കിൽ അവിടെ കല്ലാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഫുട്ബോളാണ്. മനസ്സിലായില്ലേ? അതുപോലെ ആ വസ്തു സഞ്ചരിക്കുന്ന പാതയാണ് ട്രാജക്ടറി. അതായത് പ്രൊജക്റ്റൈൽ മോഷനിൽ ആ വസ്തു സഞ്ചരിക്കുന്ന പാതയാണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ട്രാജക്ടറിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് പരാബോളിക് ഷേപ്പാണ്. നിങ്ങളൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്നത് എങ്ങനെയാണ്? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്, അല്ലേ? അതായത് പരാബോളിക് പാത്താണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു മാർക്കിന് സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണത്. മനസ്സിലായില്ലേ? ഞാനിവിടെ ഇത് എക്സ് ആക്സ് ആയിട്ട് എടുക്കുന്നു, ഇത് വൈ ആക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഈ വസ്തുവിനെ ഞാൻ എറിയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. പക്ഷേ ബോഡി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഈ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? നോക്കൂ, ഇവിടെ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി വേണം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി വേണം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. കണ്ടോ നിങ്ങൾ യുവിൻ്റെ ഡയറക്ഷൻ? മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ രണ്ട് മോഷനുകളുണ്ട്. ഓക്കെ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് മോഷൻ്റെ കോമ്പിനേഷനാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്, ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷനാണ്. എക്സ് ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വൈ ആണ് ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബോഡിയെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഉണ്ടായിക്കൊണ്ടാണ്. വെർ തീറ്റ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എ എന്ന് പറയുന്ന ഒരു വെക്ടർ. ഓക്കെ, ആ വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് തീറ്റയാണെങ്കിൽ ഈ വെക്ടറാണ് അല്ലെങ്കിൽ ഈ കമ്പോണൻ്റ് ആണ് എ എന്ന ഒറിജിനൽ വെക്ടറിൻ്റെ ഒരു കമ്പോണൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ദാറ്റ് ഈസ് എ കോസ് തീറ്റ ആയിരിക്കും. തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള വെക്ടർ എന്തായിരിക്കും? കമ്പോണൻറ്റ് എന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണൻറ്റ് ഏതായിരിക്കും? എ സൈൻ തീറ്റ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് റെക്ടാങ്കുലർ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം, ഈ ബോഡിക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി വേണം. അത് ഏതാണ്? യു എക്സ് ആണ്. ഓക്കെ, അത് ഏതാണ്? യുവിൻ്റെ തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ യു കോസ് തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണൻ്റ് ഏതാണ്? യു സൈൻ തീറ്റയാണ്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ എക്സ് ഡയറക്ഷൻ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആണ് വെർട്ടിക്കൽ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ എന്താണ്? യൂണിഫോം മോഷനാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ എന്താണ്? യൂണിഫോം മോഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ, അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആക്സലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് 0. ദാറ്റ് ഈസ് എ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. മനസ്സിലായില്ലേ?
അതേസമയം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ ഏതാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ വി ക്യാൻ റൈറ്റ് AY ഈസ് ഈക്വൽ ടു മൈനസ് ജി. അവിടെ നെഗറ്റീവ് സൈൻ എടുക്കാൻ കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് Y ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ മൈനസ് ജി എന്നാണ് എടുക്കുക. മനസ്സിലായില്ലേ? അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷൻ ആക്സലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം അവിടെയുള്ള വെലോസിറ്റി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഡയറക്ഷനിലെ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V ഈക്വൽ ടു U പ്ലസ് AT എന്ന് എടുക്കാം. ഓക്കെ, അതിനെ മാറ്റിയിട്ട് VY ഈക്വൽ ടു UY, എയുടെ സ്ഥാനത്ത് മൈനസ് ജി കൊടുത്താൽ മൈനസ് GT എന്ന് വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ അറ്റ് എനി ഇൻസ്റ്റന്റ് വി ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി ബൈ യൂസിംഗ് ദി ഇക്വേഷൻ VY ഈസ് ഈക്വൽ ടു UY മൈനസ് GT. UYയുടെ വാല്യൂ എത്രയാണ്? Y ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? U സൈൻ തീറ്റയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ VY ഈസ് ഈക്വൽ ടു U സൈൻ തീറ്റ മൈനസ് GT എന്ന് എടുക്കാം. മനസ്സിലായില്ലേ? അതേസമയം എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഏത് സമയത്തും എന്താണ്? സെയിം ആണ്. സോ VX ഈസ് ഈക്വൽ ടു UX ആയിരിക്കും. ദാറ്റ് ഈസ് U കോസ് തീറ്റ. മനസ്സിലായില്ലേ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എല്ലാ സമയത്തും വെലോസിറ്റി സെയിം ആണ്. അത് എത്രയാണ്? UX തന്നെയാണ്. എത്രയാണ്? U കോസ് തീറ്റയാണ്. പക്ഷേ വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? VY ഈസ് ഈക്വൽ ടു U സൈൻ തീറ്റ മൈനസ് GT ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓൾ ദീസ് ആർ ബേസിക് പോയിന്റ്സ്. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പ്രൊജക്ടൈൽ മോഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ഉണ്ട്. ഒന്ന്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്? ആൻഡ് വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് 4 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് പോകാം. ഡെറിവേഷൻ ഇതാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷേപ്പ് ഓഫ് ദ ട്രാജക്ടറി ഈസ് പരാബോള. ഓക്കെ, അത് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ബോഡി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി U ആണ്. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അതുകൊണ്ട് ഇതിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് UX ഈക്വൽ ടു U കോസ് തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. രണ്ടാമത്തത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി, അതാണ് UY ഈസ് ഈക്വൽ ടു U സൈൻ തീറ്റ. മനസ്സിലായോ? ഇതിങ്ങനെ മൂവ് ചെയ്ത് Oയിൽ നിന്ന് പുറപ്പെട്ട് Aയിലൂടെ ഏത് പോയിന്റിലേക്ക് എത്തുന്നു? Bയിലേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ വിചാരിക്കുക, അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈ ബോഡി P എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കൂ. ആ P എന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് അതിന് X കോർഡിനേറ്റ് X ആയിരിക്കും, Y കോർഡിനേറ്റ് Y ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം T ആണ്. എന്ന് പറഞ്ഞാൽ T ടൈമിൽ വസ്തു എന്ത് ചെയ്തു? ഈ പൊസിഷനിൽ എത്തി ബൈ ട്രാവലിംഗ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് X ആൻഡ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് Y. മനസ്സിലായില്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേസിൽ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് X കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, Y കോർഡിനേറ്റും ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇത് 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രൊജക്ടൈൽ മോഷൻ 2 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡൻറ്റ് മോഷൻ്റെ കോമ്പിനേഷനാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷനാണ്, രണ്ടാമത്തെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷനാണ്. അതുകൊണ്ട് പ്രൊജക്ടൈൽ മോഷനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ അനലൈസ് ചെയ്യുക, അതിനുശേഷം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷൻ അനലൈസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ മോഷൻ അനലൈസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് നോക്കുക. ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, UX ഈക്വൽ ടു U കോസ് തീറ്റ ആണ്. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ആ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ 0 ആണ്. ദാറ്റ് ഈസ് AX ഈക്വൽ ടു 0. കൂടാതെ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് ഞാൻ പേര് കൊടുക്കുന്നു SX. അത് എത്രയാണ്? X ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഈ ക്വാണ്ടിറ്റികളെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. X ഡയറക്ഷനിലായതുകൊണ്ട് ഇതിന് നമുക്ക് SX ഈസ് ഈക്വൽ ടു UXT പ്ലസ് ഹാഫ് AXT സ്ക്വയർ എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആക്സലറേഷൻ എത്രയാണ്? AX ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് സെക്കൻഡ് ടേം 0 ആയി മാറി. SXന്റെ സ്ഥാനത്ത് X കൊടുക്കാം, UXന്റെ സ്ഥാനത്ത് U കോസ് തീറ്റ കൊടുക്കാം. സോ ദ ഇക്വേഷൻ ഈസ് X ഈക്വൽ ടു U കോസ് തീറ്റ ഇൻറ്റു T. ഇതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. T ഈസ് ഈക്വൽ ടു X ഡിവൈഡ് ബൈ U കോസ് തീറ്റ. എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ്? X ഡിവൈഡ് ബൈ U കോസ് തീറ്റയാണ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ മോഷൻ അനലൈസ് ചെയ്യുക. അവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി UY ഈക്വൽ ടു U സൈൻ തീറ്റ എന്നറിയാം. കൂടാതെ ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ് ആൻഡ് AY ഈസ് ഈക്വൽ ടു മൈനസ് G ആണെന്നറിയാം. അതുപോലെ അത് ആ പോയിന്റിൽ എത്തുമ്പോൾ എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? Y ആണ്. സോ SY ഈക്വൽ ടു Y എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ആ പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ്? ഒരേ ടൈമാണ്. ശരിയല്ലേ? T ഈസ് ഈക്വൽ ടു X ബൈ U കോസ് തീറ്റ തന്നെയാണ് അവിടെ എടുക്കുന്ന ടൈമും.
കാരണം ആ പോയിന്റിൽ എത്തുമ്പോഴാണ് എക്സും വൈയും കവർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണോ അത് തന്നെയാണ് വൈ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം. അതുകൊണ്ട് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി ഈ ക്വാണ്ടിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നോക്കുക. ഏതാ ഇക്വേഷൻ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് വൈ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് ഇതിൽ എങ്ങനെ എഴുതാം? എസ് വൈ ഈസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എന്ന് എഴുതാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എസ് വൈൻ്റെ സ്ഥാനത്ത് വൈ കൊടുക്കാം. ഈസ് ഈക്വൽ ടു യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ, ടിയുടെ സ്ഥാനത്ത് എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കൊടുക്കാം. എ വൈയുടെ സ്ഥാനത്ത് മൈനസ് ജി ആണ്, അതുകൊണ്ട് പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ജി. ടിയുടെ സ്ഥാനത്ത് എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ, അതിൻ്റെ ഓൾ സ്ക്വയർ എടുക്കാം. ശരിയല്ലേ? ഇവിടെ നമുക്ക് യു യു ക്യാൻസൽ ചെയ്യാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് ടാൻ തീറ്റ എന്ന് കിട്ടും. മൈനസ് ഹാഫ് ഇൻറ്റു ജി എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റയുടെ ഓൾ സ്ക്വയർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നത് മൈനസ് ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? ഇതാണ് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് വൈ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എക്സ് സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് പരാബോള. അതുകൊണ്ട് ട്രാജക്ടറി എന്താണ്? അതുകൊണ്ട് പ്രൊജക്ടൈൽ മോഷന്റെ ട്രാജക്ടറി എന്താണ്? പരാബോളയാണ് എന്ന് നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. ദിസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കാം. മനസ്സിലായല്ലോ? കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഡെറിവേഷൻ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഈ പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വസ്തു എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ പ്രൊജക്ടൈൽ മോഷൻ. മനസ്സിലായോ? ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ മോഷനാണ്. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ മോഷൻ എടുക്കുക. അവിടെ അറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ആണെന്നറിയാം. അതുപോലെ ആക്സലറേഷൻ മൈനസ് ജി ആണ്, എ വൈ ഈക്വൽ ടു മൈനസ് ജി ആണ്. അതുപോലെ അത് സഞ്ചരിച്ച ദൂരം എത്രയാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മൾ സഞ്ചരിച്ച ദൂരം കൺസിഡർ ചെയ്യുന്നത്. അത് ഒയിൽ നിന്ന് തുടങ്ങി അവസാനം എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് എത്തുന്നു. ശരിയല്ലേ? ഒയും ബിയും എന്താണ്? ഒരേ ലെവലിലാണ് ഉള്ളത്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരിക? വൈ ഈക്വൽ ടു 0 ആണ് വരിക അല്ലേ? സോ എസ് വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. മനസ്സിലായില്ലേ? കാരണം എവിടെയാണോ തുടങ്ങുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെ തന്നെ എത്തുന്നു? ഗ്രൗണ്ടിൽ തന്നെ എത്തുന്നു. അതുകൊണ്ട് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഏതാ ഇക്വേഷൻ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വൈ ഡയറക്ഷനിലായതുകൊണ്ട് എസ് വൈ ഈസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എന്ന് എടുക്കാം. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് വൈയുടെ സ്ഥാനത്ത് 0 എടുക്കാം. യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ആണ്. ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ടി. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇതിനെ മാറ്റി എഴുതിയാൽ യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ എന്ന് വരും. ടി ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലായില്ലേ? ഇനി ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ. And t is proportional to 1 by g, inversely proportional to acceleration due to gravity. ഈ ഡിപ്പെൻഡൻസ് വെച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോകാം. ഡെറിവേഷൻ ഓഫ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ വസ്തുവിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഈ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എച്ച്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ മോഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ആണെന്നറിയാം. ആക്സലറേഷൻ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ എ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ജി ആണെന്നറിയാം. അതുപോലെ അത് സഞ്ചരിച്ച വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് എസ് വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ആണെന്നറിയാം. ശരിയല്ലേ? പിന്നെ ഒരു കാര്യം കൂടി അറിയാം. എന്താണ്? മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ വെലോസിറ്റി കുറയുക ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം മുകളിലേക്ക് പോകണമെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി വേണം. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ട് അതിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പിന്നീട് അത് താഴോട്ടേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി 0 ആണ്. സോ അറ്റ് മാക്സിമം ഹൈറ്റ് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ വി വൈ ഈക്വൽ ടു 0 ആണ്. പക്ഷെ അതേസമയം അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് എല്ലാ പോയിന്റിലും എന്താണ്? വെലോസിറ്റി സെയിം ആണ്. ദാറ്റ് ഈസ് അറ്റ് മാക്സിമം ഹൈറ്റ് വി എക്സ് എത്രയാണ്? യു എക്സ് തന്നെയാണ്, യു കോസ് തീറ്റ ആണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി 0 ആവുന്നില്ല. പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? മിനിമം ആണ്.
മാക്സിമം ആയിട്ടുള്ള പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി മിനിമം ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? വി എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ആണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. പക്ഷേ വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ എത്രയാണെന്ന് ചോദിച്ചാൽ വി വൈ ഈക്വൽ ടു 0. അത് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കേ. ഒന്നെന്താണ് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് പ്രൊജക്ടൈൽ അറ്റ് മാക്സിമം ഹൈറ്റ്? വി വൈ ഈക്വൽ ടു 0. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ അറ്റ് മാക്സിമം ഹൈറ്റ് എന്ന് ചോദിച്ചാൽ അത് മിനിമം ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? മിനിമം വാല്യൂ ഇസ് വി എക്സ്, ദറ്റ് ഈസ് യു കോസ് തീറ്റ. ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ? എലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. മനസ്സിലായില്ലേ? കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാം, ഈ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എത്രയാണ്? മുഴുവൻ മോഷൻ അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്ത് അല്ലേ. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അത് സഞ്ചരിക്കുന്നത് പകുതി ദൂരമേ ഉള്ളൂ. അതുകൊണ്ടുള്ള ടൈം എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റിന് നേരെ പകുതിയാണ്. കാരണം ഇത് ഒരു സിമെട്രിക് പരാബോളയാണ്. അതുകൊണ്ട് ആ പരാബോളയുടെ ഒരു ഭാഗം കവർ ചെയ്യാൻ, ഓക്കെ, ഒരു പകുതി കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതിയാണ്. സോ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഹാഫ് ഓഫ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ T/2 ആണ്. ദാറ്റ് ഈസ് യു സൈൻ തീറ്റ ബൈ ജി ആണ്. അതും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഏതാ ഇക്വേഷൻ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാം, അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഓക്കെ, അത് വൈ ഡയറക്ഷനിലായതുകൊണ്ട് വി വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എസ് വൈ എന്ന് എടുക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വൈ 0 ആണ്. യു വൈൻ്റെ സ്ഥാനത്ത് യു സൈൻ തീറ്റ കൊടുക്കുക. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. എയുടെ സ്ഥാനത്ത് മൈനസ് ജി ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് 2g ക്യാപിറ്റൽ എച്ച് വരും. ശരിയല്ലേ? ഇതിനെ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. therefore h is equal to u square sin square theta divided by 2g. ഇതാണ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മാക്സിമം ഹൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഈ ഡിപ്പെൻഡൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതുകൊണ്ട് ഡിപ്പെൻഡൻസ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എച്ചിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്, അതായത് എച്ച് മാക്സ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ തീറ്റ എപ്പോഴാണ് 1 ആവുക? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ എറിയുമ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഹൈറ്റ് കിട്ടും. അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം ഹൈറ്റ് കിട്ടും ഫോർ എ ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റി. ഇനി സൈൻ തീറ്റേൻ്റെ വാല്യൂ 1 കൊടുത്താൽ നമുക്ക് മാക്സിമം ഹൈറ്റ് എത്ര കിട്ടുക? മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ഫോർ എ പെർട്ടിക്കുലർ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് എച്ച് മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴാണ് കിട്ടുന്നത്? വെൻ ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ ആണ്. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഡ്യൂറിംഗ് ദ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വസ്തു സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അതായത് O മുതൽ B വരെയുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഹൊറിസോണ്ടൽ മോഷന്റെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്നറിയാം. ആക്സലറേഷന്റെ വാല്യൂ എ എക്സ് ഈക്വൽ ടു 0 ആണെന്നറിയാം. അതുപോലെ ഈ മുഴുവൻ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആണ്. ദാറ്റ് ഈസ് 2u സൈൻ തീറ്റ ബൈ ജി ആണെന്നറിയാം. കൂടാതെ അത് സഞ്ചരിച്ച ദൂരം എത്രയാണ്? എസ് എക്സ്. ദാറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കൂ. ഏതാ ഇക്വേഷൻ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. അത് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് എസ് എക്സ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ്? എ എക്സ്. അത് 0 ആയതുകൊണ്ട് സെക്കൻഡ് ടേം 0 ആയി. ഓക്കെ, therefore we get എസ് എക്സിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. സോ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് കിട്ടും. യു എക്സ് എന്ന് പറഞ്ഞാൽ യു കോസ് തീറ്റ ആണ്. therefore ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് അവിടെ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ കൊടുക്കാൻ 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും.
യു മൾട്ടിപ്ലൈ ചെയ്താൽ യു സ്ക്വയർ കിട്ടും അല്ലേ. ദെർഫോർ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും. അവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സൈൻ 2 തീറ്റയാണ്. Therefore the range r is equal to u square sin 2 theta divided by g എന്ന് കിട്ടും. Therefore this is the equation for horizontal range. മനസ്സിലായില്ലേ? ഇനി ഈ ഇക്വേഷൻ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ 2 തീറ്റ ആൻഡ് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഡിപ്പെൻഡൻസ് കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം റേഞ്ച്. മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. ആറിന്റെ വാല്യൂ എപ്പോഴാണ് മാക്സിമം ആവുന്നത്, ആർ മാക്സ് ആവുന്നതെന്ന് ചോദിച്ചാൽ സൈൻ 2 തീറ്റയുടെ വാല്യൂ മാക്സിമം ആയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 മീൻസ് 2 തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ എറിയണം? 45 ഡിഗ്രിയിലാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാക്സിമം റേഞ്ച് എന്ന് ചോദിച്ചാൽ ആ ഇക്വേഷൻ്റെ അത് സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 കൊടുക്കുക. സോ ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും, റേഞ്ച് മാക്സിമം ആവുന്ന സമയത്ത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കും. നമുക്കറിയാം മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. ശരിയല്ലേ? അവിടെ തീറ്റയുടെ വാല്യൂ 45 കൊടുക്കുക, കാരണം 45 ഡിഗ്രിയിലാണ് റേഞ്ച് മാക്സിമം ആവുന്നത്. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 ഡിവൈഡ് ബൈ 2g എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2g ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ 4g എന്ന് കിട്ടുക. അവിടെ യു സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് ആർ മാക്സ് ആണ്. ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ മാക്സിമം റേഞ്ചിന്റെ 1/4 മാത്രമാണ് മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഇവിടെയുള്ള കേസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ഇഫ് ദ മാക്സിമം റേഞ്ച് ഈസ് 100 മീറ്റർ ദെൻ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എച്ച് ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഡിവൈഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 25 മീറ്റർ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായി മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാലോ, ഒരാൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാലോ, നമുക്കറിയാം എപ്പോഴാണ് മാക്സിമം ഹൈറ്റിൽ എറിയാൻ പറ്റുന്നത്? നേരെ മുകളിലേക്ക്, കുത്തനെ മുകളിലേക്ക് എറിയുമ്പോഴാണ്, വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ എറിയുമ്പോഴാണ് നേരെ എന്താണ് മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുക അല്ലേ. അതായത് തീറ്റ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. തീറ്റയുടെ വാല്യൂ 90 കൊടുത്താൽ യു സ്ക്വയർ ബൈ 2g എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ആർ മാക്സ് ഡിവൈഡ് ബൈ 2 ആണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആർ മാക്സ് 100 ആണെങ്കിൽ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് ചോദിച്ചാൽ ആർ മാക്സ് ബൈ 4 എത്രയാണ്? 25 ആണ്. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഹീ ക്യാൻ ത്രോ എന്ന് ചോദിച്ചാൽ, അയാൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ആർ മാക്സ് ഡിവൈഡ് ബൈ 2 ആണ്. 50 മീറ്റർ ആണ് വരിക. അത് കൃത്യമായി പഠിച്ചു വെക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. ദിസ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പെയർ ഓഫ് ആംഗിൾസ് ഫോർ ദ സെയിം ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാവുന്ന 2 ആംഗിൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക ഇഫ് തീറ്റ 1 ഈക്വൽ ടു തീറ്റ എന്ന് എടുക്കുക. ഓക്കെ, ഒരു തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ ഞാൻ എറിഞ്ഞു. അപ്പോഴുള്ള റേഞ്ച് R1 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് എഴുതാം അല്ലേ. ഇനി നിങ്ങൾ എറിയുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ്റെ വാല്യൂ തീറ്റ 2 ആണ്. ആ തീറ്റ 2യുടെ വാല്യൂ 90 മൈനസ് തീറ്റ ആണെങ്കിലോ, ആ സമയത്ത് കിട്ടുന്ന റേഞ്ചിന് ഞാൻ R2 എന്ന് പേര് കൊടുക്കുന്നു. R2 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 90 മൈനസ് തീറ്റ ബൈ ജി എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക 180 മൈനസ് 2 തീറ്റ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും. ശരിയല്ലേ? വാട്ട് ഈസ് സൈൻ 180 മൈനസ് തീറ്റ? ദാറ്റ് ഈസ് ആക്ച്വലി സൈൻ തീറ്റ. അതുകൊണ്ട് R2 ഈസ് ഈക്വൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. നിങ്ങൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് എന്ത് കിട്ടും? R1 ഈക്വൽ ടു R2 എന്ന് കിട്ടും. അപ്പോൾ ഏത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് നിങ്ങൾക്ക് ഒരേ റേഞ്ച് കിട്ടുന്നത്? തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ 60 ഡിഗ്രി. ആ 2 പെയർ ഓഫ് ആംഗിൾ എന്തായിരിക്കും? റേഞ്ച് സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വിച്ച് ആർ ദ പെയർ ഓഫ് ആംഗിൾസ് ഫോർ ദ സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഫോർ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ് തീറ്റ 1 ഈക്വൽ ടു തീറ്റ ആൻഡ് തീറ്റ 2 ഈസ് ഈക്വൽ 90 മൈനസ് തീറ്റ. അല്ലെങ്കിൽ മറ്റൊരു പെയർ കൂടി പറയാം, ഏതാണ്? 45 പ്ലസ് തീറ്റ ആൻഡ് 45 മൈനസ് തീറ്റ. ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ പ്രൊജക്റ്റൈൽ മോഷനുമായി റിലേറ്റഡ് ആയിട്ട് 2 ആംഗിൾ തന്നിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 2 ആംഗിളും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക.
ആ രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് 90 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ രണ്ട് ആംഗിളിനും കിട്ടുന്ന റേഞ്ച് എന്താണ്, സെയിം ആണ്. ദെർഫോർ R1 ഡിവൈഡ് ബൈ R2 ഈസ് ഈക്വൽ ടു 1:1 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. പോയിന്റ് ഇതാണ്, വേരിയേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി ഇൻ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പണന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ഹൊറിസോണ്ടൽ മോഷൻ എന്ത് മോഷനാണ്, യൂണിഫോം മോഷനാണ്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി മാറില്ല, ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഏത് പോയിന്റ് എടുത്താലും വെലോസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ux ഈക്വൽ ടു vx ഈക്വൽ ടു u cos theta, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ആക്സലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് 0. അതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റിയും ടൈമും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു ടൈം ആക്സിസ്. അതുപോലെ പൊസിഷനും ടൈമും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാൻ ചോദിച്ചാലോ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഇത് യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷനും ടൈമും തമ്മിൽ ആ ഗ്രാഫ് വരക്കാൻ പറഞ്ഞതെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ 0 ആണ്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അലോങ് ദ ടൈം ആക്സിസ് ലൈക്ക് ദിസ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, വാട്ട് ഈസ് എ വേരിയേഷൻ ഓഫ് വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി ഇൻ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിലുള്ള വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം വെർട്ടിക്കൽ കമ്പണന്റ് എന്താ ചെയ്യുക, മുകളിലേക്ക് പോകും തോറും വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? കുറഞ്ഞ് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണ്, 0 ആണ്. അതിനുശേഷം എന്ത് ചെയ്യും, വെർട്ടിക്കൽ കമ്പണന്റ് ഇൻക്രീസ് ചെയ്യും, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുക, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞതെങ്കിലോ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും, ഒരു പരാബോളിക് ഗ്രാഫാണ് കിട്ടുക. കാരണം ഇതെന്താണ്, ആക്സലറേറ്റഡ് മോഷനാണ്, അതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? അതുപോലെ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് ചോദിച്ചതെങ്കിലോ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമുക്കറിയാം ആക്സലറേഷൻ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത് എത്രയാണ്, ay ഈക്വൽ ടു -g ആണ്. അതുകൊണ്ട് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, പാരലൽ ടു ടൈം ആക്സിസ്. പക്ഷേ അത് എവിടെയാണ് ഉണ്ടാവുക, നെഗറ്റീവ് ആക്സിലാണ് ഉണ്ടാവുക. ആൻഡ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഈസ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും, വാട്ട് ഈസ് എ വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ വിത്ത് ടൈം എന്ന് ചോദിച്ചാലോ, വെർട്ടിക്കൽ കമ്പണന്റോ ഹൊറിസോണ്ടൽ കമ്പണന്റോ അല്ല ചോദിച്ചത്, എന്താണ് പ്രൊജക്ടൈലിന്റെ എന്താണ് വേരിയേഷൻ, പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയുടെ വേരിയേഷനാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിലേക്ക് പോകും തോറും വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി എന്താവും, 0 ആവില്ല, അതെന്തായിരിക്കും, മിനിമം ആയിരിക്കും. ആ മിനിമം വാല്യൂ എത്രയാണ് നമുക്കറിയാം, മിനിമം വാല്യൂ v ഈസ് ഈക്വൽ ടു ux ആയിരിക്കും, ദാറ്റ് ഈസ് u cos θ ആയിരിക്കും. മനസ്സിലായോ? അതിനുശേഷം എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കി. ഇനി സാധാരണ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിലുള്ള ആംഗിൾ ചോദിക്കും. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ പോയിന്റിൽ ആക്സലറേഷന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം, തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഈ പോയിന്റ് എടുത്താലോ, വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൽ എന്ത് വരച്ചാൽ മതി, ടാൻജന്റ് വരച്ചാൽ മതി. ആക്സലറേഷൻ ഡയറക്ഷൻ താഴോട്ട് തന്നെയാണ്, അവിടെയും തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. മാക്സിമം ഹൈറ്റിലെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു u cos θ എന്ന് പഠിച്ചു, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ആക്സലറേഷന്റെ ഡയറക്ഷൻ നേരെ താഴോട്ടേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എത്രയാണ് കിട്ടുന്നത്, ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇനി മാക്സിമം ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് എടുക്കുക, അവിടെയുള്ള വെലോസിറ്റി ഡയറക്ഷൻ അലോങ് ദ ടാൻജന്റ് ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നേരെ താഴോട്ടേക്കാണ്. ആംഗിൾ എത്രയാണ്, തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈലിനും അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും ഇടയിലുള്ള ആംഗിൾ എന്തൊക്കെയാവാം, ഗ്രേറ്റർ ദാൻ 90 ആവാം, ഈക്വൽ ടു 90 ആവാം, ലെസ് ദാൻ 90 ആവാം. എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആവുന്നത്, മാക്സിമം ഹൈറ്റിൽ എത്തുന്നതിന് മുന്നേ. ഓക്കെ, എപ്പോഴാണ് 90 ഡിഗ്രി ആവുന്നത്, അറ്റ് ദ മാക്സിമം ഹൈറ്റ്. എപ്പോഴാണ് ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറയുന്നത്, ആഫ്റ്റർ ദ മാക്സിമം ഹൈറ്റ്, അല്ലെ, മാക്സിമം ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ അറ്റ് എനി ഇൻസ്റ്റന്റ്. ഏതൊരു ഇൻസ്റ്റന്റിലുള്ള പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി u cos θ ആണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റി u sin θ ആണ്. ശരിയല്ലേ? ഇനി ഇത് ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്കറിയാം അലോങ് ദ ടാൻജന്റ് ആണെന്ന് അറിയാം. ശരിയല്ലേ? ആ വെലോസിറ്റി v ആയിട്ട് എടുക്കാം. അതിന് എത്ര കമ്പോണന്റ് ഉണ്ടാവും, 2 കമ്പോണന്റ് ഉണ്ടാവും. അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ vx ഉണ്ടാവും, അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ vy ഉണ്ടാവും. ശരിയല്ലേ?
അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലുള്ള വെലോസിറ്റി വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ് എന്ന് എഴുതാം. ശരിയല്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെയുള്ള കേസിൽ വി എക്സ് എത്രയാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്. അതെല്ലാം ഇപ്പോഴും കോൺസ്റ്റന്റ് ആണ്, കാരണം ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആണ്. സോ വി എക്സ് ഈക്വൽ ടു യു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്ന് എഴുതാം. പക്ഷേ വി വൈ എന്ന് പറയുന്നത് എന്താണ്? മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ദാറ്റ് ഈസ് യു വൈ പ്ലസ് എ വൈ ടി എന്ന് എടുക്കാം. അവിടെ യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ആണ്. സോ യു സൈൻ തീറ്റ എ വൈ മൈനസ് ജി ആയതുകൊണ്ട് മൈനസ് ജി ടി എന്ന് കിട്ടും. ഇതാണ് വി വൈയുടെ വാല്യൂ. മനസ്സിലായോ? ദാറ്റ് ഈസ് വെർട്ടിക്കൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ വെക്ടർ വി ഈസ് ഈക്വൽ ടു വി എക്സ് എന്ന സ്ഥാനത്ത് യു കോസ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് വി വൈയുടെ സ്ഥാനത്ത് യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് കൊടുക്കാം. സോ ഇൻറ്റു എന്ത് വരും? ജെ ക്യാപ് എന്ന് വരും. ഇതാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ അറ്റ് എനി ഇൻസ്റ്റന്റ്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് എടുത്താൽ മതി. വി എക്സിന്റെ വി വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് കിട്ടും. മനസ്സിലായില്ലേ? ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് എന്ന് ചോദിച്ചാലോ? ഏതൊരു ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈലിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾ എന്തായിട്ട് എടുക്കുക? ആൽഫ എന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെ ആൽഫ എന്ന് എടുത്ത് നിങ്ങൾ ടാൻ ആൽഫ കണ്ടുപിടിക്കുക. ഓക്കെ, ടാൻ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ അതിനെ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ മാറ്റി വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ എന്താ കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് കിട്ടും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വി വൈ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വി എക്സ് ആണ്. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു വി വൈ ഡിവൈഡ് ബൈ വി എക്സ് എന്ന് കിട്ടും. സോ ആൽഫ ഈസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് വി വൈ ഡിവൈഡ് ബൈ വി എക്സ്. ഇത് ഏതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്? വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നിങ്ങൾക്ക് കിട്ടിയത് ആൽഫ. ഓക്കെ, അവിടെ വി വൈയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് കൊടുക്കാം. വി എക്സിൻ്റെ സ്ഥാനത്ത് യു കോസ് തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ നമുക്ക് ഏതൊരു ഇൻസ്റ്റന്റിലുള്ള പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മനസ്സിലായോ? ദീസ് ഓൾ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.